അപ്പോൾ കുറച്ചുകൂടി ആരോഗ്യപരമായ ഒരു സമീപനം സ്നേഹത്തോടെ നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നതാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കർത്താവിൻ്റെ സുവിശേഷം 11:8, ലുക്കായുടെ സുവിശേഷം 11:8, അതായത് ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതൻ്റെ വാതിക്കൽ പാതിരാത്രിക്ക് ഇങ്ങനെ മുട്ടും. അപ്പോൾ അദ്ദേഹം ചോദിക്കും, എന്നാ ആരാണെന്നൊക്കെ ചോദിക്കും. പറയും, ഞാനാണ്, എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു സ്നേഹിതൻ യാത്രാമധ്യേ വന്നിരിക്കുകയാണ്, അവന് കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ എനിക്ക് 3 അപ്പം കടം തരണമെന്ന് പറയും. അപ്പോഴീ കിടന്ന് ഉറങ്ങണ ആൾ എന്നാ പറയും, എന്നെ അലട്ടല്ലേ, ഞാനും കുഞ്ഞുങ്ങളും കിടക്കയിലാണ്, എഴുന്നേറ്റ് വന്ന് തരാൻ നിർവാഹമില്ല. എന്താ കാര്യം? കുഞ്ഞുങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ മുതുകത്തോ നെഞ്ചത്തേക്കും കിടക്കണതേ. അപ്പോൾ ഈ അപ്പൻ എഴുന്നേറ്റ് വരുമ്പോൾ കുഞ്ഞുങ്ങൾ എഴുന്നേക്കും. പിന്നെ കരച്ചിലായി കഴിഞ്ഞാൽ പിന്നെ ചില കുഞ്ഞുങ്ങൾ കരയാൻ തുടങ്ങിയാൽ പിന്നെ കരച്ചിൽ നിൽക്കത്തില്ല. അപ്പോൾ അപ്പൻ്റെ ഉറക്കം പോവും, കുഞ്ഞുങ്ങളുടെ ഉറക്കം പോവും. അപ്പോൾ ഇപ്പം പോവെന്ന് പറയും. പക്ഷേ ഇയാൾക്കതൊന്നും അതിനേക്കാൾ വലിയ ആവശ്യമാണ് അദ്ദേഹത്തിനുള്ള. കാരണം അദ്ദേഹം പിന്നെയും മുട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ കർത്താവ് പറഞ്ഞത് എന്താണ്? അവൻ സ്നേഹിതനാണെന്നതിൻ്റെ പേരിൽ എഴുന്നേറ്റ് അപ്പം കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധം നിമിത്തം അയാൾക്ക് വേണ്ടത് നൽകുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവവും നിങ്ങളും തമ്മിൽ സ്നേഹം ഇല്ലെങ്കിലും കിട്ടും, സ്നേഹം ഉണ്ടെങ്കിലും കിട്ടും. മനസ്സിലായില്ലേ? ഏതായിരിക്കും നല്ലത്? കാര്യം കർത്താവ് അങ്ങനെ പറഞ്ഞില്ലേ, സ്നേഹത്തോടുകൂടി ആയിരിക്കുമ്പോഴേ കിട്ടുന്നതാണ് കുറച്ചുകൂടി ആരോഗ്യപരം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അപ്പോഴൊരു സ്വന്തം എന്നുള്ള ഒരു ബന്ധമുണ്ടാകും. സ്വന്തം എങ്ങനെയാണ് സ്വന്തമാകണത്? നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കുമ്പോൾ നിങ്ങളെൻ്റെ സ്നേഹിതരായിരിക്കും. ഇപ്പോൾ 13:35 വായിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, അപ്പോൾ കൽപ്പനകൾ പാലിക്കാതെയും നമുക്ക് ദൈവത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ പറ്റും. നിബന്ധനകളില്ലാതെയും നമുക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റും. ഉടമ്പടി ഇല്ലാതെയും നമുക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റും. പിന്നെ എന്തിനാ ഉടമ്പടി? പിന്നെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളും ദൈവവും തമ്മിലുള്ള സ്നേഹം ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഉടമ്പടി. സ്തുതിയുടെ ഹല്ലേലൂയ. അപ്പോൾ ഉടമ്പടി ചെയ്യുന്നവരെ എങ്ങനെ ചെയ്യണമെന്നാണ് പറയണത്? സ്നേഹത്തോടെ ചെയ്യണം. മനസ്സിലായല്ലേ? ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, കൃപാസനത്തിൽ ഒരു 10 സാക്ഷ്യം കേട്ടാൽ 2 എണ്ണമെങ്കിലും അക്രൈസ്തവ സഹോദരങ്ങളുടേതാണ്. പലപ്പോഴും 3ഉം 4ഉം ഒക്കെ വരാറുണ്ട്. ഞാൻ പിന്നെ കുറച്ചിട്ടാണ് ഇങ്ങോട്ട് കയറ്റി വിടുന്നത്, കുറച്ചിട്ടാണ്. അപ്പോൾ ചിലരെന്നോടൊന്ന് പറയും, ഉടമ്പടി ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങളെ ഇതെങ്ങനെയാണ് ഇതൊക്കെ ചെയ്യണത്? അപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞ്, ഞാൻ 5 മണിക്ക് എഴുന്നേറ്റ് കുളിക്കുമെന്ന് പറഞ്ഞ്. അക്രൈസ്തവ സഹോദരനാണ്. ഞാൻ 5 മണിക്ക് എഴുന്നേറ്റ് കുളിക്കും, എല്ലാ ദിവസവും കുളിച്ചിട്ടാണ് അച്ഛാ ഉടമ്പടി ചെയ്യണതെന്ന് പറയും. അപ്പോൾ ചില ക്രിസ്ത്യാനികൾ 8 മണിക്ക് അതൊക്കെ എഴുന്നേക്കണ കാണാം. അതാണ് ഈ പ്രശ്നം. നിങ്ങളായിട്ടാണ് നിങ്ങളുടെ ഉടമ്പടിയുടെ ഇത് താമസിപ്പിക്കുന്നത്. പക്ഷേ നേരത്തെ എഴുന്നേറ്റാലും താമസിച്ച് എഴുന്നേറ്റാലും നിങ്ങൾ ദൈവസ്നേഹത്തോടെയാണത് ചെയ്യേണ്ടത്. കാര്യം ഉടമ്പടിയുടെ സ്പിരിറ്റ് ലവാണ്. ഇപ്പോൾ കുളിക്കുന്നതിൽ ആചാരവട്ടമായിട്ട് നമുക്ക് കുളിക്കാം. പക്ഷേ കുളിക്കുന്നവനും ഓർക്കണം, എന്താണ്, ഒരു അനുഷ്ഠാനം ചെയ്യുക എന്നതിനേക്കാൾ ഉപരി
കർത്താവുമായിട്ടുള്ള ആത്മബന്ധമാണ് അനുഷ്ഠാനത്തിൻ്റെ ആത്മാവ് ആയിരിക്കണം. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ജീവിത വിശുദ്ധിയോടുകൂടി, വെടിപ്പോടുകൂടി, വിശ്വാസത്തോടുകൂടി, ദൈവസ്നേഹത്തോടുകൂടി കർത്താവെ ഉടമ്പടി പ്രാർത്ഥനകൾ നിവർത്തിക്കാൻ, പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന രാവിലെ ചൊല്ലി പ്രാർത്ഥിക്കാൻ, ഉടമ്പടി പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയ്ക്ക് ചൊല്ലി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ പൗത്രീകരിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടിയെ അനുസ്മരിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന ബൈബിളിലുണ്ട്. കർത്താവേ, അങ്ങ് ന്യായമായി ചെയ്ത ഉടമ്പടിയെ അനുസ്മരിക്കണമേ. അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോയി നിൽക്കുമ്പോഴും നിങ്ങളിവിടെ ഉടമ്പടി കാശിരിമ ഹോൾഡ് ചെയ്തിട്ടാണ് നിൽക്കണത് അല്ലേ? കയ്യിൽ പിടിച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പറയണത് എന്താണ്? കർത്താവേ, അങ്ങ് ന്യായമായി ചെയ്ത ഉടമ്പടിയെ അനുസ്മരിക്കണമേ. ഈ ഉടമ്പടിയെ അനുസ്മരിക്കണമേ എന്ന് പറയണത് ആര് പറഞ്ഞു തരുന്ന പ്രാർത്ഥനയാ? പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറഞ്ഞ പ്രാർത്ഥനയാണ്. കർത്താവേ, അങ്ങയോട് ഞങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയെ അനുസ്മരിക്കണമേ. അമ്മ ഉടമ്പടി എന്നല്ല പറയണത്, അമ്മ കാരുണ്യമെന്നാണ് പറയണത്. ഞെട്ടിപ്പിക്കുന്ന ആധ്യാത്മികതയാണ് അമ്മ വെളിപ്പെടുത്തുന്നത്. അമ്മ സ്വസ്ത്രഗീതത്തിൻ്റെ അവസാനം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 54-55 തിരുവചനങ്ങളാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. അപ്പം ദൈവം തൻ്റെ വിശ്വാസിയെ സഹായിക്കുന്നത് എങ്ങനെയാണെന്നാണ് അമ്മ പറയണത്. ജോലിയായാലും വീടായാലും വിവാഹമായാലും കുഞ്ഞുങ്ങളായാലും ദൈവം തൻ്റെ വിശ്വാസിയെ, ഉടമ്പടി ചെയ്ത വ്യക്തിയെ ഉടമ്പടി അനുസ്മരിക്കണത് എങ്ങനെയാണ്? ആ കാരുണ്യം. അതാണ് തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. ഈ സഹായമെല്ലാം വരണത് എങ്ങനെയാ? സങ്കീർത്തനം 121:1 സഹായം, നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ. ആ സഹായത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഉടമ്പടിയാണ് ഇല്ലേ? അമ്മ ഉടമ്പടിക്ക് പറയണത് എന്താണെന്നറിയാവോ? വാഗ്ദാനം എന്നാണ് പറയണത്. അതാണ് തിരുസഭ അമ്മയെ വാഗ്ദാന പേടകമെന്ന് വിളിക്കുന്നത്. ഉടമ്പടി എല്ലാം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ നിന്നാണ്. വാഗ്ദാനം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ നിന്നാണ്. എന്ത് ചിട്ടയായിട്ടാണ് അമ്മ പ്രാർത്ഥിക്കണത്! അതാണ് ലൂക്കാ 1:55 എന്താ പറയണത്? നമ്മുടെ പിതാക്കന്മാരായ പ്രാർത്ഥിച്ച് അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് തന്നെ. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ എബ്രഹാത്തിനോടും സന്തതികളോടും, പിന്നെ ആരാണ് എബ്രഹാത്തിൻ്റെ സന്തതികൾ? ആരൊക്കെയാണ്? യാക്കോബ് അല്ലേ? മോസസ് തൊട്ട് ഈശോ വരെയുള്ള എല്ലാം എബ്രഹാത്തിൻ്റെ സന്തതികളാണ്. അതായത് തലമുറകളായിട്ട് ദൈവം ചെയ്ത വാഗ്ദാനമില്ലേ, ആ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ദൈവത്തിൻ്റെ കാരുണ്യമാണ്. നിങ്ങൾക്ക് ഉടമ്പടിയിൽ എന്തും വെക്കാമെന്ന് അച്ഛൻ പറയാമല്ല.
എന്താ കൃപാസനം എയ്ഡ്സ് ആണെന്ന് പറഞ്ഞാലും മഞ്ഞപ്പിത്തമാണെന്ന് പറഞ്ഞാലും എന്ത് വിഷയമാണെന്ന് പറഞ്ഞാലും നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കണം. എന്താ കാര്യം? അയ്യോ എയ്ഡ്സ് ആണോ, അയ്യോ ക്യാൻസറാണോ, അങ്ങനെ പറയത്തില്ലല്ല, വിളിക്കത്തില്ല. ഉടനെ അവരെടുക്കണ എന്താ കാര്യം? ഇതൊന്നും മനുഷ്യന്മാരുടെ മെറിറ്റിൽ ചെയ്യുന്ന കാര്യങ്ങളല്ല. എന്താണ്? കർത്താവിൻ്റെ കാരുണ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മളാണോ ചെയ്യണത്? അല്ല, നമുക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത മധ്യസ്ഥയുണ്ട്. ഏകരക്ഷകനായ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അമ്മയെപ്പോലെ മധ്യസ്ഥം വഹിക്കാൻ ആരുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ധൈര്യമായിട്ട് എല്ലാവരെയും സന്ധിക്കുമെന്ന് പറയേണ്ട കാരണം. എന്താണ്? ദൈവത്തിൻ്റെ കാരുണ്യം, നമ്മുടെ യോഗ്യതയല്ല. ഇപ്പം 18 പ്രാവശ്യം നീ എഴുതിയിട്ട് IELTS തോറ്റെന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞ മകളെ ഉടമ്പടി ചെയ്യും, അത് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയൊരു അറ്റംപ്റ്റ് ഉണ്ടല്ലോ എന്ന് ചോദിക്കും. എന്നിട്ട് ഞാൻ ചോദിക്കും കൈ കാശുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയും കാശില്ല അച്ഛാ, എല്ലാം എഴുതി പരീക്ഷ എഴുതി കാശെല്ലാം തീർന്നെന്ന് പറയും. പറഞ്ഞ മുട്ട നീക്കിടിയെന്ന് പറയും. എന്താ കാര്യം? കർത്താവിൻ്റെ കൈ കാശുണ്ട്. അതെങ്ങനെയാണെങ്കിലും ശരി ആ സമയത്ത് ഇത് കിട്ടും. അതുകൊണ്ട് കർത്താവ് ചോദിക്കണത് എനിക്കത് ചെയ്തു തരാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് നമ്മളിൽ നിന്ന് ചോദിക്കണത് എന്താ? വിശ്വാസമാണ്. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങയുടെ സഹായം തലമുറകളോട് ചെയ്ത അങ്ങയുടെ വാഗ്ദാനത്തിന് അടിസ്ഥാനമായ അങ്ങയുടെ കാരുണ്യത്തിന് ഞാൻ യോഗ്യമാകാൻ എന്നെ വിശ്വാസത്താൽ ഉടമ്പടിക്ക് അനുപേക്ഷണീയമായ വിശ്വാസത്താൽ സർവോപരി എല്ലാം വിശ്വസിക്കുന്ന ദൈവസ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന്റെ പൂർണ്ണത വാഗ്ദാന പേടകമായ പരിശുദ്ധ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മകനും അതിശക്തമായ ഭാഷാപരത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ക്യാൻസർ രോഗികളെ സ്തുതിയുടെ ഹല്ലേലൂയ, സ്തുതിയുടെ ഹല്ലേലൂയ. കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. Put the 5 finger, soak with the precious blood, and pieces spirit, and pieces spirit of power. Cancer രോഗങ്ങളെ, കിഡ്നി രോഗങ്ങളെ, ക്യാൻസർ രോഗങ്ങളെ, കിഡ്നി രോഗങ്ങളെ, ഉദരരോഗങ്ങളെ, ഗർഭാശയ രോഗങ്ങളെ, കല്ലുകളെ, പാൻക്രിയാസ് രോഗങ്ങളെ, തൈറോയ്ഡ് രോഗങ്ങളെ, പിസ്റ്റുല രോഗങ്ങളെ, മസ്തിഷ്ക രോഗങ്ങളെ, യേശുവിന്റെ നാമത്തിലെ മാറിപ്പോട്ടെ. സുഖപ്പെടുത്തനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. തത്സമയ സൗഖ്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. കരങ്ങളടിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നേരത്തെ വിഷം കഴിച്ചതാ. 2 സന്ദേശം കറുത്ത ഒരു വസ്തുവിനെ കുറിച്ചുള്ളതാണ്. അതിലൊന്ന് നേരത്തെ വിഷം കഴിക്കുകയും ഒന്ന് വിഷക്കള്ളറിൽ ശരീരത്തിൻ്റെ ഒരു അവയവം മാറിയിരിക്കുന്നതാണ്. രണ്ടും 2 വ്യക്തികളാണ്. ഒന്ന് വിഷം കഴിച്ചതിൻ്റെ ഇപ്പോഴും അതിൻ്റെ ചില രക്തത്തിൽ അതിൻ്റെ ചില ചലഞ്ചസ് കിടക്കുന്നുണ്ട്, വെല്ലുവിളികൾ. അതുമൂലം പലതരത്തിലുള്ള തളർച്ച, മനസ്സിന് ധൈര്യമില്ലാത്ത അവസ്ഥ, വീണ്ടും മരിക്കണമെന്നുള്ള ആത്മഹത്യ ചിന്തകൾ ഇപ്പോഴെല്ലാം ഈശോ വിശുദ്ധമായ രക്തത്തിൽ കഴുകി ആ മകനെ വ്യക്തിയെ ഇപ്പോഴും വെടിപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഉള്ളിൽ ചെന്നാലും ആമാശയത്തിൽ പ്രശ്നങ്ങളുള്ളവര്, കർത്താവേ രോഗികളായി തീരുന്നവര്, കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. അത് തന്നെ കറുത്ത വസ്തുവിന് രണ്ടാമത്തെ സന്ദേശം. ഒരു കറുത്ത അവയവം, അതായത് അവയവം നല്ല ബ്ലഡി ആയിരുന്നു, നേരത്തെ ചുവന്ന നിറമായിരുന്നു. ആ അവയവം ഇപ്പോഴേ എന്തോ പ്രത്യേക കാരണങ്ങളാൽ ഇങ്ങനെ ഡീക്കേ ആയി, കളറ് മാറി, ചുവപ്പ് തവിട്ടായി, തവിട്ട് പിന്നെയും കറുത്ത് അങ്ങനെ പോയി. അപ്പം അങ്ങനെ ഒരു ഡീക്കേ ആയിക്കൊണ്ടിരിക്കുന്ന, അഴുകി അകത്ത് തന്നെ പഴുത്ത് കൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ്. ആ അവയവത്തെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സുഡാലിയ കേട്ട സന്ദേശം പോലെയുള്ള രോഗാവസ്ഥയിലായിരിക്കുന്ന മക്കളെ കർത്താവേ സൗഖ്യത്തിന് നന്ദി പറയുന്നു, സ്പർശിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ. കർത്താവേ തടിപ്പുകൾ സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ ആരാധന. സെക്രീഷൻസ്, അതായത് മലവും മൂത്രം പോലെയുള്ള ലിക്വിഡ് പദാർത്ഥങ്ങൾ, നമ്മുടെ ശരീരത്തിന് പുറത്തേക്ക് പോകുന്ന സ്രാവങ്ങൾ, ആ പുറത്തേക്ക് പോകുന്ന സ്രാവങ്ങളുടെ ആ ദോരങ്ങൾ എക്സ് ഓർ വൈ എന്തായാലും അതെപ്പോഴും ഇങ്ങനെ രോഗാതുരമാണ്. രോഗാതുരമായതിൻ്റെ പേരിൽ ഒരു ക്യാൻസറസ് ആയിട്ടുള്ള, ഇപ്പോൾ മലദൂരത്തിൽ ക്യാൻസർ എന്നൊക്കെ നമ്മൾ പറ്റിയായിട്ടില്ല. ഇപ്പം ഡയറക്റ്റ് അങ്ങനെ പറയാൻ ഇവിടെ പറ്റണില്ല എന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള ദൂരങ്ങൾ, സെക്രീഷൻസിലെ ദൂരങ്ങൾ അഴുകിക്കൊണ്ട്, കോശങ്ങൾ അഴുകിക്കൊണ്ട് തുറന്നിരിക്കുന്നു പോകുന്ന അവസ്ഥകൾ കർത്താവ്, ഇത് മാരകമായ ഒരു അവസ്ഥയാണ്. കർത്താവ് ആ വ്യക്തിയെ സ്പർശിച്ച്, ആ വ്യക്തികളെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. മക്കളെ, നമ്മൾ പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ദൈവസംഘം നിറയുമ്പോഴാണല്ലോ ഇതുപോലെ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കർത്താവ് ദർശനത്തോടെ വെളിപ്പെടുത്തണം. അപ്പം എൻ്റെ മക്കളുടെ മനസ്സിലുണ്ടാവണം, ഇതൊരു ഒറ്റപ്പെട്ട കാര്യമല്ല. ഇപ്പോഴൊന്ന് ഒരു രീതി അനുസരിച്ച് ഈശോ 3 or 4 ഒരു ദർശനം നമുക്ക് തരണമെന്ന് വിചാരിച്ചോ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? അതിൻ്റെ അർത്ഥം ആ 4 വ്യക്തികളെ അല്ല ഈശോ ഉദ്ദേശിക്കണത്. ഈശോയുടെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിന്നിട്ട് പലതരത്തിലുള്ള രോഗികളെ സ്പർശിക്കുന്ന സമയമാണ്. കൈയിടിച്ച് കർത്താണ് ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അച്ഛൻ ആരംഭത്തിൽ പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹത്തോടെ പ്രാർത്ഥിക്കണമെന്ന്. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിന് അവിടെ പെട്ടെന്ന് പ്രവർത്തിക്കാൻ പറ്റും. സ്നേഹമില്ലാതെയും പ്രാർത്ഥിക്കാം. സ്നേഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തമെന്ന രീതിയിൽ നമുക്ക് ഉറപ്പാർന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ഞാനത് പറയാൻ കാരണമേ, കഴിഞ്ഞ ദിവസങ്ങളിൽ പാതിരാപ്പള്ളിയിൽ ഒരു കൊച്ചുമോള് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവളുടെ കല്യാണമായി വരുന്ന, അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടം. കല്യാണമായപ്പോൾ എന്നാ സങ്കടം? കാര്യം അപ്പനെ അമ്മനെ ഇട്ടും ആണോ? അതല്ല പ്രശ്നം. അവളൊരു നല്ല വീട്ടിലാണ് കെട്ടിപ്പോണത്. അപ്പോൾ അവൾക്ക് ഒരാങ്ങളെയും ഒരനിയത്തിയും ഉണ്ട്. അതാണ് സങ്കടം. എന്താ കാര്യം? അവരിപ്പോഴും പഴയതുപോലെ പഴയ കുഞ്ഞു വീട്ടിലാണ് താമസിക്കുന്നത്. അതാണ് സങ്കടം. അവൾ നല്ലൊരു വീട്ടിലാണ് കെട്ടിപ്പോണത്. പക്ഷെ അവളുടെ ആങ്ങളെയും അനുജത്തിയും ചെറുതുങ്ങളാണ്. അതുങ്ങൾ അപ്പൻ്റെ അമ്മയുടെയും കൂടെ ഷെഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവൾ ഉടമ്പടി ചെയ്തപ്പോൾ ഈശ്വരനോട് പറയണത് എന്താണെന്നറിയാവോ? ഞാൻ നല്ല വീട്ടിലോട്ട് പോകുമ്പോൾ എൻ്റെ അനുജത്തിനെയും എൻ്റെ ആങ്ങളെയും കൂടി അടുത്തുറപ്പുള്ള വീട്ടിൽ താമസിപ്പിക്കാൻ നീ അനുഗ്രഹിക്കണം. അതാണ് സംഭവം. അതാണ് സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം എന്ന് പറയണത്. പ്രാർത്ഥനയ്ക്ക് മിനിമം ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റിയാണത്. നിങ്ങൾ എന്തിനു വേണ്ടിയും പ്രാർത്ഥിച്ചോ. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കത്തില്ലേ? അപ്പോഴെന്നാ സംഭവിക്കണത്? ഭക്ഷണത്തെ ഉടനെ നമ്മൾ ഉമിനീര്, അതിലെ ശരീരം ഉടനെ ഉമിനീര് കലർത്തിയാണ് ഭക്ഷണത്തെ, പല്ലുകൾ അരക്കുക മാത്രമല്ല ചെയ്യണത്. ആ സമയത്ത് അതിൻ്റെ അകത്ത് ഉമിനീര് കലർത്തുകയും ചെയ്തിട്ടാണ് നമ്മൾക്ക്
ആമാശയത്തിലേക്ക് വിടുന്നത്. അതുപോലെ ദൈവത്തിലേക്ക് പോകുന്ന എല്ലാ പ്രാർത്ഥനയുടെ കൂടെ ഈ സഹോദര സ്നേഹം കലർത്തി വിടണം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ദഹിക്കാൻ എളുപ്പമാണ്. ഉമിനീരില്ല എന്നുണ്ടെങ്കിൽ ദഹിക്കാൻ താമസം ഉണ്ടാവും. അതുപോലെ ശരീരത്തിലേക്ക് പിടിക്കാൻ താമസം ഉണ്ടാവും. അപ്പം അതുപോലെ ദൈവസ്നേഹത്തെ കലർത്തിയാണ് നീ നിൻ്റെ ഉടമ്പടി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, ഞാൻ ഉടമ്പടി വെച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളുടെ മേലും സഹോദര സ്നേഹം കൊണ്ട് നിറക്കണമേ. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു പൈലറ്റിനെ പരിചയപ്പെട്ടതല്ല, അങ്ങേര് നമ്മുടെ നാട്ടുകാരനാണ്, അച്ഛൻ്റെ സ്റ്റാഫിൻ്റെ മകനാണ്. അപ്പോൾ ഇടയ്ക്ക് പോകുമ്പോൾ എന്നെ വന്ന് കണ്ട് ബ്ലെസ്സിങ്സ് വാങ്ങിച്ചിട്ടാണ് തിരിച്ചു പോകണത് എയർഫോഴ്സിൽ. ഇപ്പോൾ നമ്മുടെ പ്രളയത്തിനൊക്കെ ഹെലികോപ്റ്ററിൽ സഹായിക്കാനുണ്ടായിരുന്ന മകനാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ കഴിഞ്ഞ പ്രാവശ്യം ബ്ലെസ്സിങ്സ് വാങ്ങിച്ച് പോയില്ലേ? ഞാൻ ഞെട്ടിപ്പോയി അച്ഛാ. ഞാൻ പിന്നെ അച്ഛനെ കാശ്മീരിൽ നിന്ന് പല പ്രാവശ്യം വിളിച്ചായിരുന്നു, കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്നാ പറ്റി? ഞാൻ ഞാൻ വെള്ളം കുടിക്കാൻ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനുള്ള താമസം, ഫസ്റ്റ് ഫ്ലൈറ്റ് വിട്ടുപോയി. ആ 3 മിനിറ്റ് കൊണ്ട് ഞാൻ സെക്കൻഡ് ഫ്ലൈറ്റിലാണ് കയറിയത്. സെക്കൻഡ് ഫ്ലൈറ്റിൽ ഞാൻ ആ ഫ്ലൈറ്റിൻ്റെ ആകാശത്ത് ആ ഫ്ലൈറ്റിൻ്റെ ബാക്കിൽ നിൽക്കുമ്പോൾ ഞാൻ ആദ്യം കയറിയ ഫ്ലൈറ്റിൽ മിസൈൽ വന്ന് വീണ് തകർന്നു പോയി. എൻ്റെ കൂട്ടുകാർ, എൻ്റെ കൈയും കാലം വിറച്ചു പോയെന്ന്. താഴെ ഇറങ്ങിയിട്ട് പോലും എനിക്ക് അരമണിക്കൂറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, പേടിയും സങ്കടവും കൊണ്ട്. കാരണം നമ്മളത് കൺമുമ്പിൽ കാണുകയല്ലേ. പല പ്രാവശ്യം ഞാൻ അച്ഛനെ ഈ വിഷമസന്ധിയിൽ വിളിച്ചു, കാര്യം എനിക്കൊന്ന് കൺവേ ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ കിട്ടിയില്ല. പിന്നെ ഞാനൊരു തീരുമാനം എടുത്തെന്ന്. എന്താ തീരുമാനം എടുത്തത്? നമ്മൾ ശത്രുവിൻ്റെ കൂടെ ആയാലും മിത്രത്തിൻ്റെ കൂടെ ആയാലും ഇനി എത്ര കാലം ഉണ്ടാകുമെന്ന്. അത് കാരണം ഞാനിപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണത്. കഴിഞ്ഞ ദിവസങ്ങൾ എന്നെ കണ്ട് പിരിഞ്ഞപ്പോൾ അതാണ് പറഞ്ഞത്. എൻ്റെ ജീവിത പങ്കാളിയോടൊക്കെ എനിക്ക് അതിനുശേഷം ഭയങ്കര സ്നേഹമായി പോയെന്ന്. എൻ്റെ കൂട്ടുകാരോടും എല്ലാവരോടും, ആദ്യം കാണുന്ന എല്ലാ വ്യക്തികളോടും. എന്താ കാര്യം? ഈ ജീവൻ ബാക്കി കർത്താവ് തന്നതാണ്. ഈ ജീവൻ കർത്താവ് ഇപ്പോഴേ എനിക്ക് എക്സ്ട്രാ ബോണസ് പോലെ തന്നതാണ്. ഇത് തന്നിട്ട് ഇനി എല്ലാവരെയും ഓരോ നിമിഷവും ഇനി എത്ര ബാക്കിയുണ്ടെന്ന് നമുക്കറിയാൻ പാടില്ലാത്ത കാരണം അദ്ദേഹം അതങ്ങനെ എന്നോട് സംസാരിച്ചത്. നമ്മുടെ ഹെറിറ്റേജ് സെൻ്ററിൻ്റെ അരികിൽ വെച്ച് ഇനി എത്ര നിമിഷം ബാക്കിയുണ്ടെന്ന് അറിയാൻ പാടില്ലാത്ത കാരണം ഉള്ള നിമിഷങ്ങളിൽ ഞാൻ എല്ലാവരോടും സ്നേഹിച്ച്, എല്ലാവരോടും പുറത്ത്, എല്ലാവരും ക്ഷമിച്ച് ജീവിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഇതൊരു നിലപാടാണ്. മിസൈൽ ഇടിച്ചില്ലെങ്കിലും ഓരോ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് മിസൈൽ വന്ന് ഇടിച്ചില്ലെങ്കിലും ഓരോ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ, അതിനെ അതിജീവിച്ച് കഴിയുമ്പോൾ ഈ മനോഭാവം സൂക്ഷിക്കണം. ഒരു രോഗം സുഖപ്പെട്ട് കഴിയുമ്പോൾ, ഇപ്പം നിങ്ങളുടെ ഒരു മുഴ സുഖപ്പെട്ട സാക്ഷ്യങ്ങൾ എത്രയോ പറഞ്ഞിവിടെ അല്ലേ? ആ മുഴ സുഖപ്പെട്ട് കഴിയുമ്പോൾ തന്നിരിക്കുന്ന ബോണസ് കർത്താവ് തന്ന ജീവിതമാണ് അല്ലേ? അതുപോലെ എല്ലാ കാര്യങ്ങളും, എന്ത് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം നമ്മൾ കിട്ടിപ്പോയാൽ, ഒരു അനുഗ്രഹം കിട്ടിപ്പോയാൽ പിന്നെ ഒരിക്കലും നമ്മൾ പഴയ മനുഷ്യരാകരുത്. എന്താണ്? കർത്താവിനെ നേരിട്ട് കണ്ടിട്ട് കർത്താവിൻ്റെ കാരുണ്യം കർത്താവ് അനുസ്മരിച്ചത് കൊണ്ട് നമ്മൾ അപേക്ഷിക്കുകയാണ്, പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഓരോ അനുഗ്രഹ അനുഭവങ്ങൾക്ക് ശേഷം കൂടുതൽ സ്നേഹത്തിന്റെ സാക്ഷിയായി, ദൈവ പൈതലായി ജീവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഓരോ നിമിഷങ്ങളിലും, ഓരോ മണിക്കൂറുകളിലും, കർത്താവേ, ഓരോ ദിവസങ്ങളിലും ദൈവസ്നേഹത്തിന്റെ അനുഭവ സാക്ഷികളായി തീരാൻ
ഉടമ്പടി സ്തുതിയുടെ ഹല്ലേലൂയ. നിയോഗങ്ങളുടെ മേൽ അത്ഭുതം പ്രവർത്തിക്കണമേ, അടയാളങ്ങൾ പ്രവർത്തിക്കണമേ. ഇപ്പോൾ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിരവധിയായ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങള്, രോഗദുരിതങ്ങള്, കടഭാരങ്ങള്, കിട്ടാക്കടങ്ങള്, സാമ്പത്തിക ഞെരുക്കങ്ങള്, കർത്താവേ സന്താനമില്ലാത്ത അവസ്ഥകള്, ഭവനമില്ലാത്ത അവസ്ഥകള്, ജപ്തി നടപടികള്, കേസുകളെല്ലാം വിടുതൽ നൽകണമേ. ഹല്ലേലൂയ. തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നിറഞ്ഞ പരമദിവ്യ കാരുണ്യത്തിന് കർത്താവ് ആ പാതിരപ്പള്ളിയിലെ മകളുടെ സാക്ഷ്യം കർത്താവ് കേട്ടു. ആ പ്രാർത്ഥന എന്താ കേട്ടത്? അവളുടെ പ്രശ്നം എന്തായിരുന്നു? അവളുടെ അപ്പനും അമ്മയും സഹോദരങ്ങളും ഒരു ഷെഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ പ്രളയത്തിൻ്റെ സമയത്തെ ഒരു കട്ടിലിൻ്റെ പകുതിയോളം വെള്ളം കയറി പൊങ്ങിപ്പോയായിരുന്നു ഷെഡിൻ്റെ അകത്ത്. അപ്പോൾ ഒരു കട്ടിലയിൽ അപ്പനും അമ്മയും ഇവളും 2 സഹോദരങ്ങൾ 5 പേരിങ്ങനെ അടുങ്ങിയാണ് 5 ദിവസം താമസിച്ചത്. 5 പേരിങ്ങനെ അടുങ്ങിയാണ് 5 ദിവസം താമസിച്ചത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ എന്നും കുന്നും ജീവിതം ഇങ്ങനെയാണെന്ന് ഒരിക്കലും ധരിക്കണ്ട. എപ്പോഴും ഓർത്തേക്കണം, ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ ദൈവത്തെ അനുസ്മരിക്കണം. എന്താ കാര്യം എന്നറിയാവോ? ഇതൊക്കെ ഒരു ടൈമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം കണ്ടു. ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണും. അമ്മ പ്രഗ്നൻ്റാണ്. അപ്പം അമ്മ നടക്കുകയാണ്. അമ്മ നല്ല പൊക്കമുള്ള, ഞാൻ ഈജിപ്തിൽ വെച്ച് കണ്ട അതേ അമ്മയാണ്. അപ്പോൾ അമ്മയുടെ കൂടെ ഞാനുണ്ട്. അപ്പോൾ നാട്ടുകാർ ഞങ്ങൾ രണ്ടും കൂടി നടന്നു പോണ കാണുമ്പോൾ നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. ജൂൺ 1-ാം തീയതിയാണ് സ്വപ്നം വന്നത്, വെളുപ്പിനെ ഒരു 5 മണിയായി കാണും. നാട്ടുകാർ ചോദിക്കണേ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുകയായിരിക്കും എന്ന്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആയി വരുന്നുണ്ട്. ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ഞാൻ ഉടനെ 5 മണിക്ക് ഞാൻ അപ്പം തന്നെ എൻ്റെ ഒരു പരിപാടി, ഇത് പണ്ട് മുതൽ ഇങ്ങനെയുള്ള പരിപാടി നിൽക്കണ കാരണം ഈ ദർശനവും സ്വപ്നവും ഒക്കെ ഇങ്ങനെ എപ്പോഴും വരും. ഒരു 6 മാസം കൂടുമ്പോൾ വരണമെങ്കിലും വരും. അപ്പോൾ ഞാൻ ഉടനെ വന്ന് ബൈബിളെടുത്ത് നോക്കി. സ്വപ്നം ഉണ്ടായാലും ദർശനം ഉണ്ടായാലും ഉടനെ വിശ്വാസ പ്രമാണം ചെയ്തിട്ട് വന്നിരുന്ന് ബൈബിൾ ഓപ്പൺ ചെയ്തിട്ട് കിട്ടിയ വചനം ബൈബിളിൽ തന്നെ എഴുതി വെച്ച്, അല്ലെ മറന്നു പോകും. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെയാണെന്ന്. അതായത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണ ഭയങ്കര രസമാണ്. അത് നമ്മൾ കണ്ട വചനം തന്നെയാണ്, സ്വപ്നത്തിൽ കാണുന്ന അതേ വചനം തന്നെയായിരിക്കും കർത്താവ് സംസാരിക്കുന്നത്. സ്തുതിയുടെ ഹല്ലേലൂയ. അപ്പോൾ കിട്ടിയ വചനം ഇതാണ് 16:21. യോഹന്നാൻ 16:21. ഞാൻ ദൈവ ചുവപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നത് കൊണ്ട് അവൾക്ക് ദുഃഖം ഉണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ച് കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചത് കൊണ്ടുള്ള സന്തോഷ നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങൾ സന്തോഷിക്കും. സ്തുതിയുടെ ഹല്ലേലൂയ. ആ വചനങ്ങൾ കേട്ടില്ലേ? എന്താണ്? ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ്, എന്നും കുന്നും നിങ്ങൾ ദുഃഖിതരായിരിക്കും എന്നാണ് പറഞ്ഞത്. അല്ല, യോഹന്നാൻ 16:22. ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ്, ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങൾ സന്തോഷിക്കും. അപ്പോൾ പ്രളയമാണെന്ന് പറഞ്ഞാൽ എന്നും കുന്നും പ്രളയമായിരിക്കും, രോഗമായിരിക്കും എന്ന് പറഞ്ഞാൽ എന്നും കുന്നും രോഗമായിരിക്കും, വീട്ടിൽ വഴക്കായിരിക്കും എന്ന് പറഞ്ഞാൽ എന്നും കുന്നും വഴക്കായിരിക്കും എന്ന് കർത്താവ് പറയത്തില്ല. കാര്യം അങ്ങനെയല്ലെന്ന് കർത്താവിനറിയാം. എന്താണ്? ഞാൻ നിങ്ങളെ കാണുന്ന സമയമുണ്ട്, അപ്പോൾ നിങ്ങൾ സന്തോഷിക്കും.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ദുഃഖത്തിൻ്റെ സമയത്ത് മനസ്സിടിഞ്ഞു പോകാതെ അങ്ങ് ഞങ്ങളെ കാണുന്ന കാലത്തിനായി, സന്തോഷത്തിൻ്റെ കാലത്തിനായി പ്രത്യാശയോടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കാൻ അഭിഷേകം ചെയ്യണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ദുഃഖ ദുരിതങ്ങള്, വിഷമസന്ധികള് സമർപ്പിക്കുന്ന കർത്താവേ, എന്തു ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത നിമിഷങ്ങള്, വേദനകൾ വരുമ്പോൾ ആരിൽ ആശ്രയിക്കുന്ന നിമിഷങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങിൽ ആശ്രയിക്കാൻ പ്രത്യാശയോടെ അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയാൻ, അങ്ങയുടെ ശക്തി കൊണ്ട് നിറയാൻ കാത്തിരിപ്പിന്റെ വരം നൽകണമേ. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് കൈകൾ ഉയർത്തിയടിക്കാം. യേശു കർത്താവ് ജീവിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങൾ സന്തോഷിക്കും. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണത്തില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. അപ്പോൾ ദുഃഖമെല്ലാം സന്തോഷമായി മാറുമെന്ന് പറയുന്നത് ആരാ? കർത്താവാണ്. ആ വാക്കിലാണ് നമ്മൾ പ്രത്യാശിക്കേണ്ടത്. മനസ്സിലായില്ലേ? എല്ലാ ദുഃഖങ്ങളും സന്തോഷമായി മാറും. അപ്പോൾ സന്തോഷത്തിൻ്റെ വിത്ത് എവിടെ കിടക്കണത്? ദുഃഖത്തിലാണ് കിടക്കണത്, ഇല്ലേ? അപ്പോഴെന്തെങ്കിലും വിഷമം എൻ്റെ വന്നാൽ എൻ്റെ മക്കൾ പറഞ്ഞു, എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഈ ദുഃഖം സന്തോഷമായി മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളതിൽ കർത്താവിൻ്റെ വാക്കിൽ വിശ്വസിക്കുന്നു. അപ്പോൾ ആ മകള് സാക്ഷ്യത്തിൽ പറഞ്ഞ എന്നാണ് അറിയുന്നത്? ഞങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി എൻ്റെ സ്ത്രീധനം ഉൾപ്പെടെ ഞങ്ങളുടെ വീടെന്ന് വെക്കാൻ വേണ്ടി ഒരു മാർഗമേ ഉള്ളൂ. എന്താ മാർഗം? വീട് കുറച്ച് പണി ചെയ്തിട്ടുണ്ട് അവർ. 3 സെൻറ്റ് സ്ഥലം വിറ്റ് മാറ്റണം. പക്ഷേ അതിൻ്റെയൊക്കെ സ്കൂട്ടർ പോകാനുള്ള വഴി പോലും ഇല്ല. അത് കാണാൻ ആരും എടുക്കാത്തത്. സ്കൂട്ടർ പോകാനുള്ള വഴി പോലും ഇല്ലാത്ത കൊണ്ടാണ് ആ സ്ഥലം ആരും എടുക്കാത്തത്. അതുകൊണ്ടാണ് ഞാൻ വന്ന് ഉടമ്പടി ചെയ്തതെന്ന്. പക്ഷേ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കല്യാണം ഫിക്സായി. പക്ഷേ സ്ഥലം വിറ്റ് മാറിയില്ല. ഞാൻ പിന്നെയും വന്ന് അമ്മയോട് കരഞ്ഞിട്ട് പോയെന്ന്. അങ്ങനെ 3 പ്രാവശ്യം വന്നു. എനിക്കറിയാം വഴിയില്ലാത്ത കൊണ്ടാണ് ആ സ്ഥലം എടുക്കാത്തതെന്ന്. പക്ഷേ എൻ്റെ കല്യാണത്തിന് 2 ആഴ്ച മുമ്പ് ആ വഴി ഇല്ലാത്ത സ്ഥലം അമ്മ എനിക്ക് വിറ്റ് തന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തുതി ഹല്ലേലൂയ. യേശു സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, കൃപാസനം സാക്ഷ്യ ശുശ്രൂഷകളെ സമർപ്പിക്കുന്നു. കേട്ട സാക്ഷ്യത്തോടുത്ത് ഞങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. കരങ്ങൾ വീശാം. യേശുവേ ആരാധന, എല്ലാവരും ആരാധന, 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 യേശുവേ, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അമ്മ നമ്മളീ പറയണതില്ലേ, നമ്മൾ പറയുമ്പോഴേ ഒരു കൊച്ചുമോള് അമ്മയോട് പറയണ പോലെയാണ് അവൾ പറയണത്. അത് ഇപ്പോൾ അക്ഷരം പ്രതി അത് കേൾക്കുക. എന്താ? കല്യാണം നടത്തി പുതുക്കത്തിന് കഴിഞ്ഞവർ വന്നില്ലേ, ആദ്യത്തെ വരവ് വന്നില്ലേ, വന്നപ്പോൾ അവൾ പറയണത് പുതിയ വീട്ടിലോട്ടാണ് ഞങ്ങൾ വന്നതെന്ന്. അപ്പോൾ ദാറ്റ് മീൻസ് 3 ആഴ്ച മറ്റും എടുത്ത്. അപ്പോൾ എൻ്റെ അനുജനെയും കൂടി പുതിയ വീട്ടിലേട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നതെന്ന്. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഫീൽ ചെയ്തത് എന്താണെന്നറിയാമോ? ഈ മനുഷ്യന്മാരുടെ മറ്റുള്ളവർക്ക് അത്ര നിസ്സാരമായിട്ട് തോന്നുന്ന കാര്യങ്ങളൊന്നും ദൈവത്തിന് നിസ്സാരമായിട്ട് തോന്നത്തില്ല. ദൈവം സീരിയസ് ആയിട്ട് എടുക്കണമല്ല, ഇല്ലേ? അവരുടെ ഒരു മനസ്സിൻ്റെ അവസ്ഥ അതാണ്. ഞാനൊരു പുതിയ വീട്ടിൽ കെട്ടി കയറുകയാണ്. അപ്പോൾ എൻ്റെ അനുജനും അനുജത്തിയും പുതിയ വീട്ടിൽ വരണം. അതുകൊണ്ട് അമ്മ അത് അതേപോലെ തന്നെ അക്ഷരം പ്രതി എടുത്ത് അവൾക്കും അതുപോലെ വീട് കൊടുത്ത് അവൾ തിരിച്ചു വന്നപ്പോൾ അനുജനെയും സഹോദരങ്ങളെയും പുതിയ വീട്ടിൽ കൊണ്ടുപോകാൻ നമ്മൾ പറയണത് ഇങ്ങനെ ആനച്ചെവിയും വെച്ചുകൊണ്ടിരിക്കുക.
അതുപോലെ ചെയ്യും. അതാണ് ദൈവം, അതാണ് ഉടമ്പടിയുടെ ദൈവം, അതാണ് സ്നേഹത്തോടെ ഉടമ്പടി അനുസ്മരിക്കണ ദൈവം, അതാണ് കാരുണ്യത്തിൻ്റെ എല്ലാം. ഇത് കാരുണ്യമാണ്. പരിശുദ്ധ അമ്മയാണ് പറഞ്ഞത്, വാഗ്ദാനം പോലും സ്പ്രൗട്ട് ഔട്ട് ചെയ്യണത് ദൈവത്തിൻ്റെ. ദാറ്റ് മീൻസ് വാട്ട് ഈസ് ദ മീനിങ്? എന്താ അതിൻ്റെ അർത്ഥം? എന്താ? എനിക്കത് കേട്ട് ഭയങ്കര സന്തോഷം തോന്നി. എന്താണ്? അങ്ങയുടെ കാരുണ്യം അനുസ്മരിക്കണമേ. ഏതാണ്? എബ്രാഹത്തിനോട്, സന്തതികളോട്, പരമ്പരയോട് ചെയ്തിരിക്കുന്ന വാഗ്ദാനം അനുസരിച്ച് കൊണ്ട്, എബ്രാഹത്തിനോട് സന്തതി പരമ്പരകളോടും അങ്ങ് ചെയ്ത വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് അങ്ങയുടെ കാരുണ്യത്തെ അനുസ്മരിക്കണമെന്ന് പറയുമ്പോൾ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? നമ്മുടെ യോഗ്യതയല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എഫേസ്യൻസ് 2:8 പറയണത്. ഉടമ്പടി എന്താ പറയണത്? നിൻ്റെ യോഗ്യതയിലല്ല, ദൈവത്തിൻ്റെ കാരുണ്യത്താൽ കൈയടിച്ച് കർത്താവ്. കർത്താവേ, അവിടുത്തെ കാരുണ്യവും അവിടുത്തെ കരുത്തുമാണ്, അവിടുത്തെ അനുഗ്രഹമാണ്, ഞങ്ങളുടെ യോഗ്യതകളല്ല കർത്താവേ, അനുഗ്രഹങ്ങൾ. അപ്പോൾ എൻ്റെ മക്കൾ എപ്പോഴെങ്കിലും നമ്മുടെ മെരിറ്റിൽ നിൽക്കണില്ലെന്ന് കണ്ടു കഴിഞ്ഞാലേ, മനസ്സിലായില്ലേ? നമ്മുടെ മെരിറ്റിൽ നിൽക്കണില്ല എന്ന് കണ്ടാൽ നിങ്ങൾ ഈ അമ്മയുടെ പ്രാർത്ഥന എടുക്കണം. എന്താണ്? അങ്ങയുടെ കാരുണ്യത്തെ അനുസ്മരിക്കണമേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പോൾ 1:54 അമ്മയുടെ സ്വസ്ത്രഗീതം, മറിയത്തിൻ്റെ സ്വസ്ത്രഗീതമായ അവസാനിക്കുന്നത് എങ്ങനെയാണ്? അങ്ങയുടെ കാരുണ്യത്തെ അനുസ്മരിക്കണമേ. എങ്ങനെയാണ് കാരുണ്യത്തെ അനുസ്മരിക്കേണ്ടത്? 1:55 ലൂക്കാസ് വിശേഷം. എബ്രാഹത്തിനോട് സന്തതി പരമ്പരകളോടും അങ്ങ് ചെയ്ത വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ടാണ്. വാഗ്ദാനം ദൈവം ഏകപക്ഷീയമായി ചെയ്തതാണ്. താൻ സ്നേഹിക്കുന്ന ജനത്തിന് വേണ്ടി ദൈവം ഏകപക്ഷീയമായി നൽകിയതാണ് വാഗ്ദാനം. ആ വാഗ്ദാനം അനുസ്മരിച്ചാൽ ദൈവത്തിന് അനുവർത്തിക്കേണ്ടി വരുന്നത് എന്താണ്? കാരുണ്യം. ആ കാരുണ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ യോഗ്യതയിലുള്ളതല്ല, ദൈവത്തിൻ്റെ കൃപയിലുള്ളതാണ്. അതാണ് എഫേസ്യൻസ് 2:8, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ കഴിവാലല്ല, കർത്താവിൻ്റെ കൃപയാൽ. എന്തെങ്കിലും കാര്യത്തിന് നിൻ്റെ യോഗ്യത നിൽക്കുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ, അത് നിൻ്റെ യോഗ്യത പ്രകാരമല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ, അതിനുള്ള അർഹതയോ അവകാശമോ നിനക്കില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ കർത്താവ് എനിക്ക് തന്ന വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് ഞാൻ അവകാശിയാണ്. കൈ അടിച്ച് കർത്താവാണ്. ജീവിത ദുരിതങ്ങൾ, രോഗസൗഖ്യ പ്രാർത്ഥന, ആരാധനയുടെ ഇടയിൽ തന്നെയാണ് പരിശുദ്ധാത്മാവ് അഭിഷേകപ്രകാരം നിർവഹിച്ചത്. അതിൻ്റെ സാക്ഷ്യങ്ങൾ അടുത്ത മാസം വരെ നിങ്ങൾ കേൾക്കും. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ജോലിയില്ലാത്തവർ, ഉടമ്പടി പ്രകാരം വസിക്കുന്ന വേറെ കുറേ ജീവിത ഞെരുക്കങ്ങളില്ലേ, ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, നേരത്തെ പറഞ്ഞ പോലെ സ്ഥലമില്ലാത്തവർ, വീട് കുറഞ്ഞു പോയവർ, വാടകയ്ക്ക് താമസിക്കുന്നവർ, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനേക്കാൾ ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. എന്തൊക്കെയാ? അഡ്മിഷൻസിൻ്റെ, അവരവരുടെ മെറിറ്റ് അനുസരിച്ച് കൊണ്ട് ഓരോ മേൽപ്പഠനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവേശന പരീക്ഷകൾ, കോളേജും സ്കൂളും പ്രവേശനങ്ങൾ, പല കാര്യങ്ങളും നമ്മൾ പ്രതിരോധത്തിലാണ്. പരിശുദ്ധ അമ്മയാണ് നമുക്ക് കൈത്താങ്ങായി നമ്മുടെ കൂടെ വരേണ്ടത്. എവിടെ ആയാലും ജോലി, ഇൻ്റർവ്യൂ, ടെസ്റ്റ്, നൈപുണ്യ പരീക്ഷ, യോഗ്യതാ പരീക്ഷ, ജോലിക്ക് വേണ്ടിയുള്ള യാത്രകൾ, അഭിമുഖ പരീക്ഷകൾ, എക്സാംസ്, മെഡിക്കൽ ടെസ്റ്റ്, അതെല്ലാം നമ്മളിപ്പോൾ ഓർക്കുകയാണ്. സാമ്പത്തിക കടുത്ത ബാധ്യതയിലുള്ളവർ, അതിന് മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ സ്വാഭാവികമായ വഴി കാണാത്തവർ, അതെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കാൻ പോവുക. ജപ്തി നടപടി നേരിടുന്നവർ, കടക്കാരുടെ മഹാമാനസികമായ പീഡകൾ അനുഭവിക്കുന്നവർ, അവരെല്ലാവരെയും നമ്മൾക്ക് ആരാധന പരിശുദ്ധ അമ്മ വഴി ഏൽപ്പിക്കുന്നു.
തകർന്നു പോയ കുടുംബങ്ങൾ, ഭീഷണിയിൽ കഴിയുന്നവർ, മക്കൾ ദുർനടപ്പിൽപ്പെട്ടിട്ട് കുടുംബത്തിൽ ഇരുട്ട് കയറി ജീവിതത്തിനോടുള്ള എല്ലാവിധ സന്തോഷവും തീർന്നു പോയ സങ്കടത്തിൻ്റെ കുടുംബങ്ങൾ, വനിതാ കമ്മീഷൻ, കുടുംബ കോടതി, കോടതി കേസുകെട്ട്, അതുപോലെയുള്ള കുടുംബജീവിതത്തിൻ്റെ വിവാഹ മോചനത്തിന് വേണ്ടി ഉള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, നഷ്ടപ്പെടാൻ പോകുന്നവരെ പിരിച്ചുവിടുമെന്ന് വേദനിക്കുന്നവർ, കമ്പനി തിരിച്ച് വിളിക്കാത്തത് കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിച്ച് കടങ്ങൾ മേടിച്ച് തന്നെ കഴിയേണ്ടി വരുന്നവർ, ജോലിയുണ്ട്, ജോലി എടുക്കാനുള്ള ആവതില്ല, ശരീരത്തിന് രോഗമായിട്ട് ജോലി നഷ്ടപ്പെടുന്ന വക്കീലെ, സ്വന്തം കുടുംബത്തിൽ പോലും വിലയില്ലാതെ മാനസികമായി പീഡിപ്പിക്കപ്പെടുന്നവരെ, സങ്കടപ്പെടുന്നവരെ, എല്ലാവർക്കും വേണ്ടി പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ തിരുസന്നിധിയിൽ എൻ്റെ മക്കൾ സ്നേഹത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കൃപ, പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ജീവൽ സന്നിധാനത്തിൽ നിന്ന് ആരാധനയ്ക്ക് അർപ്പിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകിയിട്ട് സാക്ഷ്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ വലിയ കാലം വരാൻ പോകുന്നു. കർത്താവേ, മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, മക്കളില്ലാത്തവർക്ക് ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവരെ, ബീജത്തിന് ഓട്ടമില്ലാത്തവര്, കൗണ്ടില്ലാത്തവര്, കർത്താവെ, അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവര്, കർത്താവെ, പെട്ടെന്ന് അബോർഷൻ സംഭവിച്ചു പോകുന്നവര്, കർത്താവെ, നെഞ്ചരിച്ചിലുള്ളവര്, കരരോഗികൾ, തൊണ്ടയിൽ അസുഖമുള്ളവര്, കർത്താവെ സ്പർശിക്കണമേ, കർത്താവെ, കർത്താവെ സ്പർശിക്കണമേ, കർത്താവെ, ദൈവത്തിൻ്റെ കരുണ, പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ മാരകരോഗങ്ങൾ, തീരാവ്യാധികൾ യേശുനാമത്തിൽ മാറിപ്പോണ്ട്. ഈശോ 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 സാക്ഷ്യം പറയാൻ സഹായിക്കണം കർത്താവേ. Lord Jesus, pour out His Spirit, touch His fire, soak the precious, Lord, increase His Spirit, Lord, increase His Spirit of power and grace. സോത്രം 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 സോത്രം. മാരകരോഗങ്ങൾ, വിസർപ്പരോഗങ്ങൾ, വിശുദ്ധ രക്തത്താ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അസ്ഥിരോഗങ്ങള്, അസ്ഥി ക്യാൻസർ, ഉദരരോഗങ്ങള്, മാരകരോഗങ്ങള് ഈശോയുടെ നാമത്തില് മാറിപ്പോട്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, മാരകരോഗങ്ങള് തത്സമയം സൗഖ്യപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, സാക്ഷ്യം പറയുമാറ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ. മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. Praise the Lord. Praise the Lord. നെർജോസിലെടുക്കുക. അറിയിപ്പുകൾ. ആശീർവാദം കഴിഞ്ഞ് അറിയിപ്പുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോഴുള്ള അറിയിപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 2 അറിയിപ്പുകൾ നൽകിയിട്ട് ആശീർവാദത്തിലേക്ക് പോകും. ആശീർവാദം കഴിഞ്ഞ് അറിയിപ്പ് കഴിഞ്ഞ് എൻ്റെ മക്കൾ പോകാവൂ. ഇന്ന് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിൻ്റെ കുറേ അധികം സാക്ഷ്യങ്ങൾ വന്നിരുന്നു. കമ്പ്യൂട്ടറിലെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്തിലേക്ക് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ച് നിങ്ങളുടെ എവിടെയായിരിക്കുന്നുവോ നിങ്ങളുടെ മക്കൾ അകലെ അന്യരാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളും ജോലിയുള്ളവർക്ക് ജീവിക്കുന്നവർക്ക് അവരുടെ പ്രാർത്ഥനാ സഹായത്തിന് കൃപാസന വെബ്സൈറ്റിൽ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടാവുന്നതാണ്. അപ്പോഴതിന് ഇത്രയും ഫലമുണ്ടാകാൻ കാരണം എന്താ?
നമ്മുടെ അതിൻ്റെ ആസ്തി അടിസ്ഥാനം, അതിൻ്റെ യോഗ്യത, മെരിറ്റ്, മധ്യസ്ഥത്തിൻ്റെ നിരത ദ്രവ്യം എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ ജാമ്യത്തുക എന്താ? ആ മധ്യസ്ഥത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് അത് ഈ 8 പ്രാർത്ഥനകളാണ് നമ്മളുടെ. ഈ 8 പ്രാർത്ഥനയിലെ ആരാധനയിൽ നമ്മൾ സമർപ്പിക്കുന്ന ഈ മാസം ലൈറ്റ് കാനൽ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ ആരാധന നടത്തുന്നത്. പിന്നെ കൃപാസനത്തിൽ നടക്കുന്ന 12 ആരാധനകളുണ്ട്, മരിയൻ തപസ് ഉൾപ്പെടെയുള്ള ആരാധനകൾ. അതെല്ലാം ലൈറ്റ് കാൻഡലിൻ്റെ ആസ്തിയാണ്, ജാമ്യ ശുശ്രൂഷകളാണ് എല്ലാം. അതുകൊണ്ടാണ് 10,000-കണക്കിന് മനുഷ്യരല്ലേ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ, ഈ ജൂൺ മാസത്തെ മുഴുവനും ലൈറ്റ് കാൻഡിൽ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്ന എല്ലാവരുടെയും ആവശ്യങ്ങളുടെ മേൽ കർത്താവിന്റെ കരുണ വെളിവാകട്ടെ. നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവരെ, എഴുതിക്കൊണ്ടിട്ടുള്ളവരെ കർത്താവയുടെ എല്ലാ പ്രാർത്ഥനകളുടെ മേലും നിയോഗങ്ങളുടെ മേലും കർത്താവിന്റെ കൃപ വർഷിക്കണമേ. യേശുവേ ആരാധന. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കാരണം നമുക്ക് ഇപ്പോൾ സാറ് 9 എന്ന് പറഞ്ഞ 8 എന്ന് പറഞ്ഞെങ്കിലും ശ്രദ്ധിക്കുക, 6 ഇൻറ്റൻഷൻസാണ് നമ്മൾ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ 6 പ്രാർത്ഥനകളാണ് നമ്മൾ കൂടാനുള്ള ബാധ്യതയുള്ളത്. ഇവിടെ സ്ഥലമില്ലാത്ത കാരണം ഒരു പ്രാർത്ഥനയ്ക്ക് മാത്രമേ വരാൻ അനുവാദം ഉള്ളൂ. ബാക്കി 5 പ്രാർത്ഥനയിൽ 1 ഷാലോൺ ടി വിയിലാണ് കൂടേണ്ടത്. അത് തിങ്കളാഴ്ച വെള്ളിയാഴ്ചയാണ്. സമയം തിങ്കളാഴ്ചയാണെങ്കിൽ 1:30 മണിക്കും വെള്ളിയാഴ്ച രാവിലെ 8:30ക്കും. ബാക്കി 4 പ്രാർത്ഥനകൾ നമ്മൾ യൂട്യൂബിൽ കൂടേണ്ടതാണ്. അത് നിർബന്ധമായിട്ട് കൂടേണ്ടതാണ്. കാര്യം അത് നമ്മുടെ ഉടമ്പടി പ്രകാരമുള്ളതാണ്. 6 നിബന്ധനകൾ വെച്ചിട്ട് 6 പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. 2 ഇങ്ങനെ കൂടണം, ബാക്കി 4 യൂട്യൂബിൽ കൂടേണ്ടതാണ്. കൂടിയാൽ മാത്രം പോരാ, നിങ്ങളത് അപ്പം തന്നെ ഷെയർ ചെയ്യണം. എന്താ കാര്യം? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഷെയർ ബട്ടനെ ക്ലിക്ക് ചെയ്യണത്. എന്നിട്ട് നിങ്ങൾ ഉള്ളിൽ പ്രാർത്ഥിക്കണം, കർത്താവെ ഞാൻ ഷെയർ ചെയ്ത എൻ്റെ സുഹൃത്ത് ആരായാലും കർത്താവിനെ അറിയാൻ ഇടയാക്കണമേ. ഇപ്പം നമ്മളെ കൃപാസനത്തെക്കുറിച്ച് ഇവിടെ വരാത്ത ഒത്തിരി പേര് വരാത്തതിൻ്റെ പേരിൽ മാത്രം തെറ്റിദ്ധാരണ സോഷ്യൽ മീഡിയയിലൊക്കെ പരത്തുന്നുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അപ്പോൾ വരാത്തവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത് എന്താണ്? നിങ്ങളുടെ അനുഭവങ്ങൾ, അമ്മ മാതാവിൻ്റെ തിരുസന്നിധി വന്നിട്ടുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ അപ്പം തന്നെ അവിടെ വോളിൽ പോസ്റ്റ് ചെയ്യണം. അല്ലാതെ അവരെ തോന്നിവാസം വിളിക്കുകയൊന്നുമല്ല ചെയ്യേണ്ടത്. അതൊന്നും കർത്താവിൻ്റെ മാർഗങ്ങളല്ല. മറിച്ച് എന്താണ്? നമ്മൾക്ക് ആദ്യം സുവിശേഷ പ്രഘോഷണത്തിനും ഈശോനെ അറിയിക്കാനും വിശ്വാസത്തിലെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയുള്ള അവസരമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പറയണം, ഞങ്ങൾ അവിടെ പോയിരുന്നതാണ്, ഞങ്ങൾക്ക് ലഭിച്ച നിർദ്ദേശങ്ങൾ ഇതാണ്, ഞങ്ങൾക്ക് കിട്ടിയ അനുഭവം ഇതാണ്. അത് പറയണം. അങ്ങനെ പറയുമ്പോൾ അവർക്കും ഒരു മാനസാന്തരം ഉണ്ടാവും. അവർ പറയുന്നത് തെറ്റിപ്പോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവരും കൃപാസനം അന്വേഷിക്കുകയും പരിശുദ്ധ അമ്മ ഇവിടെ കൊണ്ടുവന്ന് അവരെയും അനുഗ്രഹിക്കും. അങ്ങനെ ലോകം മുഴുവനും എല്ലാവരിലേക്കും സുവിശേഷം എത്തുകയും മനുഷ്യൻ സമാധാനത്തോടെയും സന്തോഷത്തോടെയും സൗഖ്യത്തോടെയും ജീവിക്കാൻ നമ്മളെ കർത്താവ് സുവിശേഷത്തിൻ്റെ ഉപകരണമാക്കുന്ന എല്ലാ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തണം. നേർച്ച വസ്തു ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ, പത്രങ്ങളെ അകമ്പുറം ആശീർവദിക്കണമേ. കർത്താവെ, പത്രം വായിക്കുന്നവരെ അങ്ങയുടെ അറിവിൽ ആഴപ്പെട്ട് ദൈവാനുഭവം പ്രാപിക്കുവാൻ ഞങ്ങളെ സുവിശേഷത്തിന്റെ ഉപകരണമാക്കിയതിന് നന്ദി പറയുന്നു. അങ്ങയുടെ മുമ്പിൽ ഉയർത്തുന്ന എല്ലാ നേർച്ച വസ്തുക്കളെയും ആശീർവദിക്കണമേ. അത് ഉപയോഗിക്കുന്നവരെ ദൈവത്തിന്റെ സൗഖ്യവും വിടുതലും അനുഭവിക്കുവാൻ ഇടയാക്കണമേ. സ്തുതിക്കട്ടെ. Lord Jesus Christ, pour out your spirit,
fire. Suck out the precious blood. And the Catholic Church, the power of Jesus Christ, the Holy Spirit, I bless us. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്രിസ്തുവിന്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഇന്നത്തെ വസ്തുക്കളെ ഈശോ നാമത്തെ ആശീർവാദം കഴിഞ്ഞ് 1 മിനിറ്റ് കൂടി നിൽക്കണം. 1 മിനിറ്റ് മാത്രമേ അറിയിപ്പുണ്ട്. ആശീർവാദം കഴിഞ്ഞ് നിൽക്കണം. ഇപ്പോഴും ആശീർവാദത്തിൻ്റെ സമയത്ത് നേർച്ച വസ്തു ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മക്കളെ വിശ്വാസ പ്രമാണമാണ് ചെല്ലേണ്ടത്. വിശ്വാസ പ്രമാണം ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിന് പിറന്ന മധ്യോസ് പിലാത്തോസിന്റെ കാലത്ത് സഹിച്ച് ക്രിസ്തുനായി മരിച്ച ഗർഭത്തിറങ്ങി മരിച്ചതിന് 3-ാം ദിനം ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തന്റെ പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുന്ന ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമീൻ. ശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും കർത്താവായ യേശു മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ 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 യേശുവേ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമ്മളെ ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്